ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിശാഗന്ധി പൂത്തിരിക്കുകയാണ്. വളരെ അപൂർവം പേർക്ക് അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇത്. അങ്ങനെ ആ ഭാഗ്യം ഞങ്ങളുടെ വീട്ടിലും എത്തിയിരിക്കുകയാണ്. നിഴൽപ്പാമ്പുകൾ കണ്ണ് കാണാതെ നീന്തും നിലാവിൽ, നിരാലംബ ശോകങ്ങൾ തൻ കണ്ണുനീർ പൂക്കൾ, കൺ ചിമ്മി നിൽക്കുന്ന രാവിൽ, മഞ്ഞുനീരിൽ തപം ചെയ്തിടും നിത്യകന്യെ, നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവൂലേ ഞാനെന്താ ഈ കവിതയൊക്കെ പാടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന്? ഇത് കാണുമ്പോൾ എങ്ങനെയാ ഈ വരികളിലൂടെ ഒന്ന് കടന്നു പോകാതിരിക്കുന്നത്? എത്ര മനോഹരമായിട്ടാണല്ലേ ONV നിശാഗന്ധിയെ വർണ്ണിച്ചിരിക്കുന്നത്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിശാഗന്ധി പൂത്തിരിക്കുകയാണ്. വളരെ അപൂർവം പേർക്ക് അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇത്. അങ്ങനെ ആ ഭാഗ്യം ഞങ്ങളുടെ വീട്ടിലും എത്തിയിരിക്കുകയാണ്. രാത്രിയുടെ സൗന്ദര്യം വാരി വിതർന്നുകൊണ്ടാവും ഡച്ചുകാർ ഇതിനെ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നും മലബാറുകാർ ഇതിനെ അനന്തശയന എന്നും വിളിക്കപ്പെടുന്നു. ഇതിലൊരു മഹാവിഷ്ണുവിന്റെ രൂപമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ ഇത്രയും പൂക്കൾ ഒന്നിച്ച് വിരിയുന്നത്. എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു. ശരിക്കും ഇതിന്റെ ഫീൽ എന്ന് പറയുന്നത് അതൊന്ന് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാട്ടോ. വൈകുന്നേരം 7 മണിയായപ്പോൾ തൊട്ടുള്ള കാത്തിരിപ്പാണ് ഇതെല്ലാം ഒന്ന് വിരിഞ്ഞു കാണാനായിട്ട്. അങ്ങനെ 12 മണിയായപ്പോഴേക്കും ഇതെല്ലാം തന്നെ വിരിഞ്ഞു. അപ്പോഴേക്കും ഒന്നും പറയണ്ട, മഴയും കാറ്റും എല്ലാം കൂടി അങ്ങ് വന്ന് കറണ്ടും പോയി. പിന്നെ ഞങ്ങൾ ഫോണിന്റെ ഫ്ലാഷിൽ ഉള്ള വെട്ടത്തിലൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഇത്. ഈ പൂവ് കണ്ടോ, ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. ഇതിന്റെ അവസ്ഥ കണ്ടോ, ഇത് മൊത്തത്തിൽ വാടി ചുരുങ്ങിപ്പോയി. നാളെ ഈ പൂക്കൾ ഇതുപോലെ വാടി ചുരുങ്ങിപ്പോവും. ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു രാത്രി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അത് രാത്രി ഉറക്കം അളച്ച് തന്നെ ഇരിക്കണം. എന്നാൽ ഇതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഇളക്കി മറിച്ച് നോക്കിയപ്പോഴാണ് ഇതിലൊരു കുഞ്ഞൻ മുട്ട ഒളിച്ചിരിക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ ഒന്ന് തലോടി നോക്കാമെന്നോർത്തു. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ മുട്ട. ഇത് നാളെ വിരിയാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരു മുട്ടാണ്. ഇത് കണ്ടാ പറയോ നാളെ ഇത്രയും വലിയൊരു പൂവ് ഉണ്ടാകുമെന്ന്. കുറെ നേരം ഞാനതിനെ ചുറ്റിപ്പറ്റി നടന്നു. എന്നിട്ട് അതിലൊരു പൂവെടുത്ത് മണത്ത് നോക്കി. ഉയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ മണമെന്ന് പറയണത് അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. ഇങ്ങനെ കുലപ്പടി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കണ്ടിട്ട് എന്താണെന്നറിയത്തില്ല, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അതുകൊണ്ടാണെന്ന് തോന്നണോ എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നണില്ല. അങ്ങനെ ചുറ്റിപ്പറ്റി നടന്ന് ഏറ്റവും അവസാനം ഒരെണ്ണത്തിന്റെ അടുത്ത് ചെന്ന് പിടിച്ചതും നല്ല 8ന്റെ പണി കിട്ടി. ഞാൻ ചെന്ന് പിടിച്ചതും സാധനം ഒടിഞ്ഞ് എൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ ചേട്ടനോട് ഇതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടിഞ്ഞു പോയെന്ന്. എന്തൊക്കെയായാലും ഒടിഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഇങ്ങനെ പറിച്ചെടുക്കാമെന്നോർത്ത് ഞാൻ അതിനെ ഇങ്ങനെ പറിച്ചെടുത്തു. ഇതാണ് കേട്ടോ ആ ഒടിഞ്ഞു പോയ പൂവ്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. നല്ല പ്യുവർ വൈറ്റിൽ ഇങ്ങനെ ഇത്രയും വലിയ പൂവുണ്ടാകുന്നിടത്ത് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ കാണുന്നതാണ് മഹാവിഷ്ണുവിന്റെ അനന്തശയനം എന്ന് പറയപ്പെടുന്നത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ മാളു. പുറത്ത് ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും കേട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ഏറ്റുപോകുന്നു. എന്താ കാര്യമെന്നൊന്നും പുള്ളിക്കാരത്തിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും ഞങ്ങളുടെ വർത്തമാനമൊക്കെ കേട്ട കാരണം പുള്ളിക്കാരത്തിയും വന്ന് കുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആളുകൾ ഓരോരുത്തരായി ഏറ്റുവരാൻ തുടങ്ങി. ഞങ്ങളുടെ വർത്താനം കേട്ട് അമ്മയും എണീറ്റ് വന്നു. അങ്ങനെ വന്ന പാടെ അമ്മയും ആ പൂക്കളൊക്കെ നോക്കുകയാണ്. അമ്മയ്ക്കും ഇതുപോലെ തന്നെ പൂക്കളെല്ലാം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ അമ്മ എനിക്ക് അതിലെ വാടിയ പൂവിനെ കാണിച്ചു തരികയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിൽ ഒടിഞ്ഞിരിക്കുന്ന പൂവിനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്.
അങ്ങനെ കിട്ടിയത് അമ്മ ആ പൂവെടുത്ത് മണത്തു നോക്കി. എന്നിട്ട് അതിന്റെ മണത്തിനെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ എന്നോട് അതിനുള്ളിലെ അനന്തശയനത്തെക്കുറിച്ചും മഹാവിഷ്ണുവിന്റെ രൂപത്തെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ബാക്കി പോക്കുകളിലും അതൊക്കെ നോക്കി ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. കൂടാതെ നിശാഗന്ധി വീട്ടിലുള്ളവർ കമന്റായിട്ട് പറയാനും മറക്കരുതേ.